പറയുന്ന 3 ടിപ്സ് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒരിക്കലും മോണിറ്റൈസേഷൻ ആവുകയില്ല. ഇത് 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഈ 3 ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ 3 ടിപ്സ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങളുടെ ചാനൽ എളുപ്പത്തിൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇന്നത്തെ നമ്മളുടെ ടിപ്സ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, നമ്മൾക്ക് എത്രയും പെട്ടെന്ന് യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർ ഈ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഈ 3 ടിപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ കഴിയും. ഇത് 100% ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വീഡിയോയിൽ ഉപയോഗിക്കുവാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് അവറും അതേപോലെ തന്നെ സബും അതേപോലെ നിങ്ങളുടെ ചാനൽ ഗ്രോ ആയിട്ട് മുന്നോട്ട് പോകാനും സഹായിക്കുന്ന ഒരു 3 ടിപ്സാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുന്നതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 3 ടിപ്സിൽ ഒന്നാമത്തത്, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. നമുക്ക് വ്യൂസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നമ്മളുടെ പ്രശ്നമല്ല. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ വീഡിയോസിൽ യൂട്യൂബ് ഇംപ്രഷൻ കൊടുക്കും. ഈ ഇംപ്രഷൻ കിട്ടിയാൽ മാത്രമേ നമ്മളുടെ ചാനൽ വൈറലാവുകയുള്ളൂ എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വ്യക്തമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിശദമായിട്ട് തന്നെ പറയുന്നത്. നമ്മൾ SEO ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ മാക്സിമം ക്വാളിറ്റിയോട് കൂടിയിട്ടും അതേപോലെ ക്ലാരിറ്റിയിലും അതേപോലെ തന്നെ നല്ല തമ്പനെയിലും ടൈറ്റിലൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യണം. അതേപോലെ തന്നെയാണ് നമ്മളുടെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളുടെ ചാനൽ റീച്ചിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിലേറ്റഡ് ആയ കണ്ടൻറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരേ കണ്ടൻറ്റിൽ തന്നെ നിന്നുകൊണ്ട് അതിൽ റിലേറ്റഡ് ആയ കണ്ടൻറ്റുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ റിലേറ്റഡ് ആയ വീഡിയോ ഉപയോഗിച്ച് നമ്മൾ നമ്മളുടെ ചാനലിനെ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക എന്നത്. അതായത് ഇപ്പോൾ നിങ്ങളൊരു കുക്കിംഗ് ചാനലാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതാണ് വീഡിയോ എന്ന് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെ വേറൊരു രീതിയിൽ നിങ്ങൾ വീഡിയോ പ്രസൻറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് നിങ്ങളുടെ ചാനലിനെ റീച്ചിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണിത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഒരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം വ്യൂസ് വരാനുള്ള സംഗതികൾ നമ്മൾ അതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ചാനൽ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വീഡിയോ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ പറയുന്ന കാര്യമാണ് ഇതിൽ നമുക്ക് പ്രധാനം. അൺലിസ്റ്റഡ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പബ്ലിക് ചെയ്യുക. 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് നമ്മൾ പബ്ലിക് ചെയ്യുക. അതിനുശേഷം പബ്ലിക് ചെയ്ത് ഒരു 5 മിനിറ്റ് പബ്ലിക്കിൽ തന്നെ നിർത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ അൺലിസ്റ്റഡ് ചെയ്യുക. ഈ അൺലിസ്റ്റഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കയ്യിൽ മൊബൈൽ ഉണ്ടാകും. ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ ടിപ്സ് ഞാൻ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ മൂന്നാമത്തെ ടിപ്സാണ് നമുക്ക് ഏറ്റവും പ്രധാനം. നമ്മൾ ഇട്ടിരിക്കുന്ന ടൈറ്റിൽ, ടാഗ്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കീവേഡ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ വീഡിയോസ് പരമാവധി മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. ഇങ്ങനെ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളുടെ വീഡിയോ അൺലിസ്റ്റഡ് ആണെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ വാച്ച് അവർ ഈസി ആയിട്ട് നമുക്ക് കയറും. അല്ലാതെ നമ്മൾ എങ്ങനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രോപ്പായി പോകും. അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇന്നത്തേത്. അപ്പോൾ മാക്സിമം ഈ മൂന്നാമത് പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അതേപോലെ 1-2 മണിക്കൂർ അൺലിസ്റ്റഡിൽ തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ പബ്ലിക് ചെയ്യുക. പബ്ലിക് ചെയ്ത് ഒരു 5 മിനിറ്റ് പബ്ലിക്കിൽ നിർത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും അൺലിസ്റ്റഡ് ചെയ്യുക. അൺലിസ്റ്റഡ് ചെയ്തതിന് ശേഷം ഈ അൺലിസ്റ്റഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മളുടെ ഈ പബ്ലിക്കിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മളുടെ ഈ വീഡിയോസിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക,
പ്രൈവറ്റ് ആയിട്ടുള്ള യൂട്യൂബിൻ്റെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ പോയിട്ട് നമ്മൾ മാക്സിമം നമ്മളുടെ വീഡിയോ സെർച്ച് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ സെർച്ച് റാങ്കിങ്ങിൽ നമുക്ക് ഉയർന്നു വരുവാൻ സാധിക്കും. ഇത് അടിപൊളി ട്രിക്കാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ മൊബൈൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ളവരുടെ ഫോൺ ഉപയോഗിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ മാക്സിമം എത്രത്തോളം വ്യൂസ് നമുക്ക് വരുത്താൻ കഴിയും ആ വ്യൂസിൻ്റെ വാച്ച് ടൈം ഒരിക്കലും കട്ടാവുകയില്ല. 100% ഗ്യാരണ്ടിയാണ്. അതേപോലെ തന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മളുടെ ചാനൽ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ റാങ്കിങ്ങിലേക്ക് എത്താനും ഒരു ബെസ്റ്റ് ട്രിക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.